വിചാരിച്ചതുപോലെ തന്നെ കേട്ടോ. നമ്മുടെ ഐൻസ്റ്റീൻ താത്തായെ സോഷ്യൽ മീഡിയ അങ്ങ് എടുത്തു എന്ന് മാത്രമല്ല, ഉടുത്തു എന്ന് തന്നെ പറയാം. താത്ത മുമ്പ് കാവാലയ്യ ഒക്കെ നന്നായിട്ട് കളിച്ചു മതിച്ചു ഉല്ലസിച്ച് നടന്നിട്ട് ഇപ്പൊ താത്താക്കേ കുറച്ച് തടിയൊക്കെ വെച്ചത് കൊണ്ട് താത്താക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവര് ചെയ്തപ്പോൾ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലായി. ഒരു പോസ്റ്റ് നോക്കിക്കോണേ. ലാവണ്യ മോഹൻ. താത്തയുടെ ഉപദേശം: പരിശുദ്ധമായ ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത്. ഉപദേശം കഴിഞ്ഞ് പാർക്കിൽ പോയി അതേ ഹിജാബും ധരിച്ച ഐറ്റം ഡാൻസ് സോങ് കാവാലയ്യയും വെച്ച് ഒരുത്തന്റെ കൂടെ ഡാൻസ് കളിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ചു ഇവളുടെ കെട്ടിയോനായിരിക്കും അതെന്നാ ഞാൻ വിചാരിച്ചത് കേട്ടോ. എനിക്കറിയത്തുമില്ല. ശരി, ഇപ്പൊ അതും കൂടി തിരുത്തിയല്ലോ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ആളുകൾ എങ്ങനെയാണ് ഇതിന് റെസ്പോൺസ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് മിനിമം നോക്കാം. ഡബിൾ ഡാഡി സിൻഡ്രോം. ഓക്കെ, കൂതറകൾ പറയുന്നത് പ്രവർത്തിക്കുന്നത് രണ്ടും തമ്മിൽ വിരുദ്ധ വികാര ജീവികൾ. ഇതിന്റെ ഒരു റീല് കണ്ട അന്നത്തെ ദിവസം പോക്ക. അഫ്ഗാൻ താത്തയ്ക്ക് വല്ല അഫ്ഗാനിസ്ഥാനിലും പോയി അവിടെയുള്ള സ്ത്രീകളുടെ കൂടെ സ്വതന്ത്രമായി ജീവിച്ചൂടെ? ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ മെക്കിട്ട് കയറാതെ. മദ്രസ പഠനത്തിന്റെ വിവരം. ദിസ് ഈസ് നോൺ ആസ് ഡബിൾ ഡാഡി സിൻഡ്രോം. പോസ്റ്റോളി ഒരു കാര്യം മനസ്സിലാക്കണം, താത്ത പറയുന്നതല്ല ഇസ്ലാം. ഓക്കെ, താത്താക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല, അത്രമാത്രം. പോയി ചത്തൂടെ നാണം കെട്ടവളെ. താത്ത എയറിലാണ്. യു ഷുഡ് നോട്ട് വെയർ ഹിജാബ് ആൻഡ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. വാട്ട് ഈസ് ദിസ്? ചോദ്യമാണത്. വീട്ടിലിരിക്കു കൊച്ചേ. ഉടായിപ്പ് തള്ള. കേരളത്തിലെ പെൺകുട്ടികളുടെ ഹിജാബിന്റെ അട്ടിപ്പേർ അവകാശം ഈ തള്ളയ്ക്ക് ആരാ എഴുതി കൊടുത്തത്? അതല്ലേ നമ്മൾ ചോദിക്കുന്നേ. താത്താക്ക് എന്തും കേറ്റാം, മറ്റുള്ളവർ കേട്ടരുത്. കുറച്ചു കാലം മുമ്പ് നല്ല ഒരു കളിക്കാരിയായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്രായമായി, അപ്പോൾ കളി നിർത്തി. ചാക്കിന്റെ ഉള്ളിൽ കയറിയിരുന്ന് മറ്റുള്ളവരെ സന്തോഷവും കളിയും ചിരിയും കാണുമ്പോൾ കുശുമ്പും അസൂയയും മൂത്ത ഒരു ജാതി വർഗീയവാദി ജിഹാദി താത്ത. ഇനി എന്നാണാവോ എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കാൻ പോകാം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഈ പോക്കാണെങ്കിൽ മിക്കവാറും സിറിയയിലോ പാകിസ്ഥാനിലോ ഉള്ള ഏതെങ്കിലും ഭീകര മത തീവ്രവാദ ഗ്രൂപ്പുകളിൽ അംഗമാകാൻ സാധ്യതയുണ്ട്. വല്ലാതെ ഭക്തി മൂത്തവരാണ് അള്ളാഹുവിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ കൊല്ലുന്നതും തലയെറുക്കുന്നതും. ഈ സ്ത്രീ മിക്കവാറും അള്ളാഹു അക്ബർ എന്ന് എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അത് വിദൂരമല്ല. അവളുടെ ഒരു റീൽസ് ആണ്. ആഹാ, സൂപ്പർ. അവൾക്ക് ലിപ്സ്റ്റിക്കും ഇടാം, അവൾക്ക് എമിറ്റേറ്റിങ്ങും ചെയ്യാം, അവൾക്ക് എല്ലാം ചെയ്യാം. ആഹാ, ഇതിന്റെ ഒക്കെ പിന്നിലെ ഡാൻസ് ഉണ്ട് കേട്ടോ, ഞാനത് കാണിക്കാത്തതാ. ആഹാ ആഹാ ആഹാ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാ. നടക്കട്ടെ. സൂപ്പർ. ഇവറ്റകൾ ലോകം മൊത്തം ഉടായിപ്പാണ്. വിശുദ്ധ ബുർക്കകത്താണ് സൂപ്പർ മാർക്കറ്റുകളിൽ കയറി ലക്ഷങ്ങളുടെ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ഇതിന്റെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ ഭയമാകുന്നു. തൂറാൻ പോയിരുന്നപ്പോൾ മറ്റുള്ളവർ ആളെ തിരിച്ചറിയാതിരിക്കാൻ ഉപയോഗിച്ച കീറത്തുണിയാണ് ഇന്നിവർക്ക് പരിശുദ്ധമായ സുന. അപ്പോൾ ക്ലോസറ്റും അപ്പിയും എല്ലാം പരിശുദ്ധമല്ലേ? എന്തു ആടേ ഇത്? ഒരു മാറ്റവുമില്ലല്ലോ. ചെകുത്താന്റെ വേദാന്തം. അവിടെയും താത്ത, ഇവിടെയും താത്ത. ഡബിളേ. ഈ വർഗത്തിനെ നമ്പരുതേ, അവസരവാദികളാണ്. ഹിജാബ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവരുടെയൊക്കെ റിയൽ ലൈഫ്. കണ്ടല്ലോ. ആഹാ, ഈ താത്തയെയാണോ ഒലക്കമ്മേ താത്ത എന്ന് പറയുന്നത്? താത്തയുടെ ഹിജാബിനുള്ളിൽ തപ്പിയാൽ 1 കിലോ MDMA കിട്ടും. മതം തലയ്ക്ക് കയറിയതാണ്. ആരും അറിയാതെ ബിസ്മി ചൊല്ലി വെടിവെക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എന്തു മതം? എല്ലാരും മനുഷ്യരല്ലേ, കളിക്കട്ടെന്ന്. പക്ഷേ മറ്റുള്ളവരെ ഇക്കാര്യത്തിൽ വിമർശിക്കരുത്. അതിട്ടിട്ട് ഇത് പാടില്ല, ഇതിട്ടിട്ട് അത് പാടില്ല എന്നൊക്കെ അതിരുവിടാതെ ആഹ്ലാദിക്കട്ടെ എല്ലാരും. എന്നോ ഒരു ദിനം ഈ ഭൂമി വിട്ടു പോകേണ്ടതല്ലേ എല്ലാരും. അപ്പോഴാണ് മതത്തിന്റെ ലിമിറ്റേഷൻസ്. എന്തിനെ? എത്രയോ കഴിവുള്ളവർ ഒളിഞ്ഞിരിക്കുന്നു, പാവങ്ങൾ. താത്ത ആള് തന്നെ കൂതറ തന്നെ. പശു വൈക്കോല് തിന്നാതിരിക്കാൻ ആരോ എന്തോ ചെയ്യുന്നത് പോയി. കണ്ണിന് നേരെ കണ്ടൂടാ, ഹറാം പറന്ന നായിന്റെ പോലെ. പ്രവൃത്തി ഒന്ന്, കൊണയടി ഒന്ന്. അപ്പോഴേ പറയേണ്ട ഡാഷുക്കും ഉപദേശം ഒരുമിച്ചും വേണ്ടെന്ന്. ശരി, മനസ്സിലായില്ലേ? ഊക്കലും ഉപദേശവും ഒരുമിച്ച് വേണ്ടെന്ന്. താത്ത മുഖം മറച്ചിട്ടില്ലല്ലോ.
അതപുകേടല്ലേ? വയസ്സുകാലത്ത് വീട്ടിലിരുന്നാ പോരെ? അല്ല, അത് പിന്നെ നമ്മൾ ചെയ്യുമ്പം കുഴപ്പമില്ല, മറ്റാരും ചെയ്യല്ലേ, മുത്തുനബിക്ക് ഇഷ്ടമില്ല, നരകത്തി പോകും, നമ്മൾ സ്വർഗത്തിലും. അതാണ്. അതെ, ചെലോൽക്ക് ശരിയാകും, ചെലോൽക്ക് ശരിയാകത്തില്ല. എനിക്ക് ശരിയായില്ല, ചെലോൽക്ക് അത് ശരിയായി. അതാണ്. പരിശുദ്ധം എന്ന വാക്ക് ഈ വർഗത്തിന് ഉപയോഗിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. താത്ത കടുപ്പിലും തൂറാം എന്തോന്നിട ഇത് ഒരെണ്ണമെങ്കിലും അനുകൂലമായിട്ടുണ്ടോ നോക്കിക്കേ, ഒരെണ്ണമെങ്കിലും. കണ്ടോ ഇവളെയൊക്കെ എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുന്നതെന്ന് കണ്ടോ? മതത്തിന്റെ വലിയ ആൾക്കാരാ, വലിയ ആൾക്കാര്. ആ ആ ആ ഈമാൻ കൂടുമ്പോ ഉളുപ്പും നാണവും കുറയും. നമ്മൾ പറഞ്ഞാലാണ് പ്രശ്നം. ശരി, എന്നാ താത്തായെ കുറിച്ചിട്ട് താത്താടെ കൗമു തന്നെ പറയട്ടെ. സഹോദരി തന്നെ എനിക്കെതിരെ ഒരുപാട് മോശപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറയാൻ അറിയാത്തവരല്ല ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് വെറുതല്ല, സ്നേഹമാണ്. അയ്യോ ഇനി താത്ത അങ്ങനെ പറയല്ല. താത്ത എനിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി തരുക. എന്നാലല്ലേ താത്തയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ഓരോന്നായിട്ട് ഇനിയും പൊളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് മോശം വീഡിയോ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ താത്ത ഇങ്ങനെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കല്ലേ. 2 വീഡിയോസ് ഞാൻ ചെയ്തു. അതിൽ ഒന്നാമത്തത് ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ച കുട്ടിയെ താങ്കൾ വിമർശിച്ചപ്പോൾ താങ്കളുടെ ഒരു കൊല്ലം മുമ്പ് കുത്തിമറഞ്ഞ വീഡിയോസ് ഇട്ട് ഞാൻ അങ്ങോട്ട് പ്രതികരിച്ചു. ചെയ്തുള്ളൂ. 2, ആ വീഡിയോ മുഖ്യത്തിനെ കുറിച്ച് താങ്കൾ വന്ന് പ്രസംഗിച്ചപ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന എനിക്ക് അത് കേട്ടു നിൽക്കാനായില്ല. ഞാൻ അത് ലീക്കാക്കി. താങ്കളുടെ 2 കള്ളത്തെ ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചു. അത്രയും ഞാൻ ചെയ്തുള്ളൂ. എന്തായാലും മുഖ്യ വീഡിയോ പൊക്കിക്കൊണ്ട് വീണ്ടും പിന്നീട് വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ആ ധൈര്യം ഒന്ന് തീർത്താതെ നിങ്ങൾ ഒരു പൊടിക്ക് അടങ്ങ്. നിങ്ങൾ ക്യാഷ് വാങ്ങി പ്രൊമോഷൻ ചെയ്ത ഡാൻസ് വീഡിയോ നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റൂല. പടച്ചോണക്കാട്ട് നിങ്ങൾക്ക് വലുത് കൊറാബും ക്യാഷും ആണെന്ന് നമുക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ശരീരം അനങ്ങാതെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഒരു ബിസിനസ് ആണ് മതം. അയാളുടെ വീഡിയോയും മുന്നിൽ വെച്ച് കുറ്റം പറയുന്ന ശീലം നിങ്ങൾ എന്ന് നിർത്തുന്നോ അങ്ങനെ നിങ്ങൾ ഗുണം പിടിക്കും. അതാണ് ശരീരം അനങ്ങാതെ പണിയെടുക്കാതെ മതം വിറ്റ് ജീവിക്കാനുള്ള മാർഗമാണ് ഇവളൊക്കെ സോഷ്യൽ മീഡിയ. നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത് എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ട് എത്ര റെഫറൻസോട് കൂടിയാണെന്നറിയാം. എന്നാലും കിട്ടുന്നത് അത്രയും തെരുവിളിയാണ് കേട്ടോ, കുഴപ്പമില്ല. താത്തായ്ക്കിട്ട് പൊങ്കാലയോടെ പൊങ്കാല. ഇതുവരെ കിട്ടിയതൊന്നുമല്ല. തട്ടമിട്ട് ലിപ്സ്റ്റിക് ഇട്ട് മുസ്ലിം പെൺകുട്ടികൾ തന്നെ വന്ന് താത്തായെ നുള്ളിക്കീറി വെയിലത്ത് വെക്കുക. ഞാന് ജുബീന, അസ്സലാമു അലൈക്കും. ഞാന് ജുബീന പാരഡൈസ്. എനിക്ക് എല്ലാരും സ്വർഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിലാണ് ടിക്കറ്റ് ഉള്ളത്. കാരണം ഞാനാണ് ജഡ്ജ് ചെയ്യണത്. ഓക്കെ, ഒരാള് ഡാൻസ് കളിച്ചാല് അല്ലെങ്കിൽ ആരെങ്കിലും, കാരണം എനിക്കത് കാണുമ്പോ ഇടങ്ങാറാണ്. കാരണം പഠിച്ചോനെ നമ്മൾ ഉമ്മത്തിങ്ങളായ മക്കൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണല്ലോ. അപ്പം എന്തെങ്കിലും ഞാനാണത് തീരുമാനിക്കണത്. അപ്പം എന്നോട് കുറെ ആൾക്കാർ പറയുന്നുണ്ട്, മുഖം കാണിച്ചിട്ട് എന്തിനാ വീഡിയോ ചെയ്യണത്, എന്തിനാ പ്രൊമോഷന്റെ പഴയ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ഓരോരുത്തർ ചോദിച്ചുണ്ടാക്കുകയാണ്. അത് ഞാൻ ചെയ്തതാണ്, അതിന്റെ ആവശ്യത്തിന് ഞാൻ ചെയ്തതാണ്. പിന്നെ ഞാൻ ദീനിയായ മാർഗത്തിലാണ് നടക്കുന്നത്. അപ്പൊ ദീനിയായ മാർഗത്തിലുള്ള ആൾക്കാരെ ഒരിക്കലും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. ഞാൻ എന്റെ ഉദ്ദേശം നല്ലതാണ്, നിങ്ങളെ നന്നാക്കുക. എനിക്ക് കുറച്ച് ടിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഓൾറെഡി ഞാൻ സ്വർഗത്തേക്കാണ്, എനിക്കറിയാം. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ ഓൾറെഡി സ്വർഗത്തേക്കാണ്. അപ്പൊ നിങ്ങളെ എനിക്ക് സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളെ സ്വർഗത്തേക്ക് എത്തിക്കണം എനിക്ക്. അതിനാണ് ഞാനിങ്ങനെ ഇതാക്കുന്നത്. അപ്പൊ എല്ലാവരും ഇന്ന ട്രോൾ, എല്ലാവരും എന്റെ മേത്തേക്ക് ഇങ്ങനെ ഇടുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിശുദ്ധ ഖുർആനില് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കുക. പൊന്നാര താത്തെ, ഈ വീഡിയോ ചെയ്യുന്ന ഈ താത്തനോട് എനിക്ക് പറയാനുള്ളത്, നമുക്കുണ്ടല്ലോ ഒരാളെ ലൈഫും ജഡ്ജ് ചെയ്യാൻ പറ്റൂല. ഒരാളെ ലൈഫ് നമ്മള് എന്തിനാണ് നമുക്കൊരാളെ ലൈഫ് ജഡ്ജ് ചെയ്യാൻ ആരാ പെർമിഷൻ തന്നത്? ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ മതത്തിനെ കുറച്ചു പേരൊന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പം ഇങ്ങളെ പോലുള്ള ആൾക്കാർ കാരണമാണ് ഓരോരുത്തർ ഈ മതത്തിനെ വെറുത്തു പോണത്. റിലീജിയസ് ട്രോമ വന്നിട്ടുള്ള കുറെ മനുഷ്യന്മാരുണ്ട്. ദയവ് ചെയ്ത് അവർക്ക് ട്രോമ ഉണ്ടാക്കി കൊടുക്കല്ലേ. കേട്ടോ, മതത്തിന്റെ നടുക്കഷ്ണം നീ കയ്യിലെടുത്തോ, കുഴപ്പമില്ല. പക്ഷേ നിനക്കാദ്യം സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ നരകത്തെക്കുറിച്ച് നീ വേദനിക്കാനും പരിതപിക്കാനും അവരെ ഉപദേശിച്ച് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കൊടുക്കാനും.
ഇപ്പൊ മനസ്സിലായില്ലേ? ഈ യുവതലമുറയിലെ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നും നീ വിചാരിക്കുന്നത് പോലെ 6-ാം നൂറ്റാണ്ടിലെ മദ്രസ പ്രോഡക്റ്റുകളല്ല. അവർക്ക് പുനർവിചിന്തനം നടത്താനും സെൽഫ് എസ്റ്റീം നടത്താനുമുള്ള ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഉപദേശിക്കാനും ഒന്നും നിന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. പ്രവാചകനോട് തന്നെ അള്ളാഹു പറഞ്ഞതെന്നറിയാമോ? നീ എത്ര ആഗ്രഹിച്ചിരുന്നാലും ശരി, ഞാൻ സന്മാർഗത്തിലാക്കുന്ന ആളെ ദുർമാർഗത്തിലാക്കാനോ ഞാൻ ദുർമാർഗത്തിലാക്കുന്ന ആളെ സന്മാർഗത്തിലാക്കാനോ നിനക്ക് കഴിയില്ല. വല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകിയില്ലെങ്കിലും ശരി, അവര് സന്മാർഗത്തിലാകില്ല. വല്ലദീന കഫറൂ, അതായത് വിശ്വാസികൾ, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും വല്ലദീന കഫറൂ, അവർ അവിശ്വാസികൾ തന്നെ ആയിരിക്കും. അപ്പോ അവിശ്വാസികളായിട്ടുള്ള ഒരു കൂട്ടരെ നന്നാക്കാൻ നീ ആരാ? പടച്ചോനാ ചോദിക്കുന്നത്. പടച്ചോൻ വഴികേടിലാക്കിയ ആൾക്കാരെ നന്നാക്കാൻ നീയൊക്കെ ആരാ? മുബീന, ആദ്യം നീ നന്നാക്, അത് കഴിഞ്ഞിട്ട് നീ സ്വയം നന്നാവ്. അല്ലാതെ എന്തോ പറയാനാ?